തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആരവത്തിൽ നിൽക്കുമ്പോഴാണ് രാഹുൽ ഈശ്വറിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കേസും രണ്ടുപേരും ഒരാൾ ഒളിവിലാണ്, ഒരാൾ ജയിലിലാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു മുദ്രാവാക്യമായി ഇപ്പോൾ പാട്ടിലൊക്കെ കേൾക്കുന്നത് സ്വർണം, ശബരിമലയിൽ സ്വർണമുണ്ട്, അതോടൊപ്പം തന്നെ ഈ ഒരു അവിഹിത ഗർഭവും എന്നൊക്കെ പറഞ്ഞുള്ള വലിയ ഒരു പോരാട്ടമാണ് നടക്കുന്നത്, വലിയ ചർച്ചയാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ പരിശോധിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്, മൂന്ന് കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഒന്ന്, രാഹുൽ ഈശ്വറിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കേസുമായി ജാമ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും അത് കോടതിയിൽ ഇരിക്കുന്നതാണ്. എന്നാൽ അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, എങ്ങോട്ടൊക്കെ പോകും എന്നുള്ളതാണ്. രണ്ടാമത്, സ്ത്രീകൾ എന്തുകൊണ്ട് ഇരയുടെയും അതിജീവിതയുടെയൊക്കെ പേര് പറഞ്ഞുകൂടാ എന്നൊരു പ്രൊട്ടക്ഷൻ സ്ത്രീകൾക്ക് കൊടുക്കുന്നു എന്നുള്ളതും കൂടെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നത്. ഒന്നാമത്, രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുമോ എന്നുള്ളതാണ്. രാഹുൽ ഈശ്വറിന് ഇന്ത്യൻ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് നേരത്തെ CRPC ഒക്കെ ക്രിമിനൽ പ്രൊസീജിയർ കോഡൊക്കെ ആയിരുന്നു, അതുപോലെ സിവിൽ പ്രൊസീജിയർ കോഡൊക്കെ ആയിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി ന്യായ സംഹിത അനുസരിച്ച്, ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സെക്ഷൻ 72, 79, 75, 3(1) ഈ 72, 79 ആയിരുന്നെങ്കിൽ അത് അത്യാവശ്യം ഒരു എവിടെ കിട്ടിയതിന് സ്റ്റേഷൻ ജാമ്യം കിട്ടിപ്പോയതിന്. പിന്നെ IT ആക്ടും കൂടി എടുത്തിട്ടുണ്ട്. IT ആക്ടും കൂടെ വന്നതുകൊണ്ട് എന്തായാലും പിന്നെ സെക്ഷൻ 67 ഇത് ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ പോകുമായിരുന്നു. പക്ഷേ 75, 3(1) എടുത്തപ്പോൾ അതിനകത്ത് സെക്ഷലി കളേർഡ് റിമാർക്സ് സൈബർ വിങ്ങിൽ ഇത് വന്നിട്ടുണ്ട്, സൈബർ കേസായിട്ടും കൂടി വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അത് അദ്ദേഹത്തിന്റെ രാഹുൽ ഈശ്വറിന്റെ ഫോട്ടോ, അതായത് മറ്റേ അതിജീവിതയുടെ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസും എല്ലാം രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നു എന്ന് ജഡ്ജി നേരിട്ട് കാണുകയും അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇദ്ദേഹം ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ കൂടി ആയതുകൊണ്ട്, പബ്ലിക് ഫിഗർ കൂടി ആയതുകൊണ്ട് പുറത്തിറങ്ങിയാൽ ഇദ്ദേഹം വലിയ കുഴപ്പം കാണിക്കും എന്നുള്ളത് കൊണ്ട്, അദ്ദേഹം ബാക്കി രേഖകൾ നശിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിൽ വിടുന്നത്. 14 ദിവസത്തേക്ക് 15-ാം തീയതി ഡിസംബർ 15 വരെ അദ്ദേഹത്തെ റിമാൻഡിലേക്ക് വിട്ടത്. പക്ഷേ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ പരമാവധി ഒരു 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസ്, ശിക്ഷ ലഭിച്ചാൽ ഒരു പരമാവധി 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കാര്യമേ കുറ്റമേ രാഹുൽ ഈശ്വർ ചെയ്തിട്ടുള്ളൂ. മാങ്കൂട്ടത്തിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഫിക്സഡ് ആയിട്ടുള്ള അഡ്രസ് ഉണ്ട് രാഹുൽ ഈശ്വറിന്. കേരളത്തിലെ ഫിക്സഡ് അഡ്രസ് ഉണ്ട്. ഒരു തന്ത്രി കുടുംബത്തിൽ ജനിച്ച ആളാണ്. അപ്പോൾ അറിയപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഒളിച്ചൊന്ന് ഓടാൻ പറ്റുന്ന ഒരാളല്ല. ചാനലുകളിലൊക്കെ ധാരാളം വരുന്നുണ്ട്. എവിടെ പോയാലും ഇപ്പൊ സ്റ്റേഷനിൽ പോയി ഒപ്പിടണം എന്ന് പറഞ്ഞൊരു ജാമ്യ വ്യവസ്ഥ കൊടുത്താലും മുങ്ങി നടക്കാൻ പറ്റുന്ന ഒരാളല്ല. ഒരു അബ്സ്കോണ്ടിങ് അല്ല രാഹുൽ ഈശ്വർ. അങ്ങനെ അബ്സ്കോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. ഒരു പബ്ലിക് ഫിഗറാണ്. അതുകൊണ്ട് 3 വർഷത്തേക്കാണ് അദ്ദേഹത്തിന് ജാമ്യം കേസ്. അതുകൊണ്ട് ഇത് ഹൈക്കോടതിയിൽ പോയാൽ എന്തായാലും സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ കിട്ടണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടും. ഇനി KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ ഒരു ഫോട്ടോ, ഈ അതിജീവിതയുടെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പണ്ട് വച്ചുവെന്നും പിന്നെ അത് കേസ് പ്രശ്നം വഷളായപ്പോൾ അദ്ദേഹം പിൻവലിച്ചു എന്നൊക്കെ പറയുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ട്. 4ാമത്തെ പിന്നെ പ്രതിയാണ് അദ്ദേഹം. ശരിക്കും 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. 5ാം പ്രതി അറസ്റ്റ് ചെയ്തത്, അതാ തമാശ. 1ാം പ്രതി മഹിളാ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കൽ എന്ന് പറയുന്ന ആളാണ്. പിന്നെ ഒരു അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വ്ളോഗറുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. പിന്നെ പാലക്കാടുള്ള ഒരു വ്ളോഗർ. അങ്ങനെ 6-7 പേരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഈ കേസുകളൊക്കെ നിൽക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് വരാം. ഇനി രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം 72-ന് സെക്ഷൻ 72-ന് 2 വർഷവും 75, 3-ന് വരുന്നത് 3 വർഷവും 79-ന് 3 വർഷവും 67-ന് 3 മുതൽ 5 വർഷവും എല്ലാം കൂടി ഒരു 14 മുതൽ 19 വർഷം വരെ രാഹുൽ ഈശ്വറിന് കിടക്കാം. പക്ഷേ പ്രായോഗികമായിട്ടൊരു 3 വർഷമായിരിക്കും കൊടുക്കുക. ബാക്കി അദ്ദേഹത്തിന് കോടതി അങ്ങനെ വന്നാൽ ശിക്ഷിച്ചാൽ രാഹുൽ ഈശ്വറിനെ ജാമ്യം കൊടുത്ത് കോടതി നാളെ കേസ് വന്ന് ഹൈക്കോടതിയിലൊക്കെ കേസ് പറഞ്ഞ് കേസ് ശിക്ഷിച്ചാൽ അദ്ദേഹത്തിന് 3 വർഷം വരെയാണ് തടവ് കിട്ടാനും പിന്നെ പിഴ ചിലപ്പോൾ ഒടുക്കാനും സാധ്യതയുണ്ട്. അത് പിന്നെ കോടതിയാണ് തീരുമാനിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം സുപ്രീം കോടതിയിലൊക്കെ പോകാം. ഇതാണ് അദ്ദേഹത്തിന്റെ കേസിന്റെ നാൾവഴി. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ന്യായ സംഹിതയിലെ 64 സെക്ഷൻ 64 റേപ്പ് കേസ് എടുത്തിട്ടുണ്ട്. 64(2) എടുത്തിട്ടുണ്ട്. റിപ്പീറ്റഡ് റേപ്പാണ്. ഒരു അറിയാമെന്നുള്ള വിമനെ ഒരേ സ്ത്രീയെ തന്നെ ആദ്യം റേപ്പ് ചെയ്യുന്നു, പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ആ സ്ത്രീയെ റേപ്പ് ചെയ്യുന്നു. അപ്പൊ ഇരട്ടി കേസാണ്. സെക്ഷൻ 64(f) അനുസരിച്ച് വിശ്വാസ സ്ഥാനത്തുള്ള ഒരാളിനെ, അദ്ദേഹത്തെ വിശ്വസിച്ച, രാഹുൽ മാങ്കൂട്ടത്തിനെ വിശ്വസിച്ച ഒരു അതിജീവിതയാണ് റേപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വേറൊരു കേസ് കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ 64(h) എടുത്തിട്ടുണ്ട്. പിന്നെ വിമൺ നോയിങ് ഷീ ഈസ് പ്രഗ്നന്റ്, ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് റേപ്പ് ചെയ്തു. അപ്പൊ നല്ല രസമാണ്. 64(m) എടുത്തിട്ടുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ഗർഭിണിയെ റിപ്പീറ്റഡ് റേപ്പ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ വനിതയെ റേപ്പ് ചെയ്യുന്നു, അറിയാനുള്ള വനിതയെ റിപ്പീറ്റഡ് റേപ്പ് ചെയ്യുന്നു, ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് റേപ്പ് ചെയ്യുന്നു, ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും റേപ്പ് ചെയ്യുന്നു, പിന്നെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള പല ആക്ഷൻസ് ചെയ്യുന്നു.
316 അനുസരിച്ച് വിശ്വാസവഞ്ചന എടുത്തിട്ടുണ്ട്. 116 ബോഡി ഇഞ്ചുറി അവർക്ക് പറ്റിയിട്ടുണ്ട്, അവർ ആശുപത്രി പോയി. പിന്നെ 329 അനുസരിച്ച് അവരുടെ റൂമിൽ ഇടിച്ച് കയറിയിട്ടുണ്ട്. പിന്നെ 351 അനുസരിച്ച് ക്രിമിനൽ ഇന്റിമേഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ സൈബർ ആക്ട് അനുസരിച്ചുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ കണക്കാക്കുമ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏകദേശം 40 മുതൽ 50 വർഷം വരെ ജയിലിൽ കിടക്കാം. അങ്ങനെ എടുത്ത്, പക്ഷെ അങ്ങനെ ചേരില്ല കോടതി. ഞാൻ പറഞ്ഞത് ഈ ഒരു കണക്കെടുത്ത് പോകുമ്പോഴാണ്. ഒരു 10 വർഷം, സെക്ഷൻ 64ന്റെ 10 വർഷം, 64 2 ഒരു 10 വർഷം, 65 66 70 എല്ലാം കൂടി 20 വർഷം, അങ്ങനെ എല്ലാം കൂടി കണക്കാക്കുമ്പോൾ ഒരു 40 മുതൽ 50 വർഷം വരെ വേണമെങ്കിൽ ജയിലിലിടാം. യഥാർത്ഥത്തിൽ ഒരു 10 വർഷം വരെ പോകാം. അദ്ദേഹത്തിന്റെ കേസിൽ 10 വർഷം വരെ പോകാം. അവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ കേസ് കിട്ടാം. പിന്നെ കോടതിയിലേക്ക് പോവാം, ഹൈക്കോടതിയിലേക്ക് പോകാം, പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോകാം. അങ്ങനെ സാധ്യതകൾ നടക്കുന്നു. ഇനി രണ്ടാം ഭാഗം, മെൻസ് അസോസിയേഷൻ ഉണ്ടാക്കണമോ? പുരുഷന്മാർക്ക് എന്താണ് ഈ പ്രൊട്ടക്ഷൻ കിട്ടാത്തത്? സ്ത്രീകൾക്ക് മാത്രമാണ് ഈ പ്രൊട്ടക്ഷൻ എന്തുകൊണ്ട് സമൂഹം കൊടുക്കുന്നു ഇന്ത്യയിൽ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്ന എല്ലാ പുരുഷന്മാരും അറിഞ്ഞിരിക്കണം, എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ, അത് ഋഷിരാജ് സിംഗ് പറയും പോലെ 30 സെക്കൻഡിലോ 60 സെക്കൻഡിലോ കൂടുതൽ നോക്കിയാൽ പോലും, നോട്ടം പോലും ഒരു ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷൽ ഹരാസ്മെന്റിന് വേണ്ടിയിട്ടുള്ള നോട്ടമാണെങ്കിലും എന്നെ മാനസികമായി നോക്കി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് സ്ത്രീക്ക് കോടതിയിൽ പോകാൻ വച്ചിരിക്കുന്ന ഒരു നിയമം വച്ചിരിക്കുന്നത്. അതുപോലെ റേപ്പ് ചെയ്താൽ, വിശ്വാസവഞ്ചന നടത്തിയാൽ, കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഗർഭിണിയാക്കിയാൽ, കല്യാണം കഴിച്ചാണെന്ന് പറഞ്ഞ് സെക്ഷൽ ആയിട്ടുള്ള ഇടപെടൽ നടത്തിയാൽ, ഇതിലെല്ലാം സ്ത്രീക്ക് ഒരു അപ്പർ ഹാൻഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. എന്തുകൊണ്ടെന്നാൽ അത് കൊടുക്കുകയും വേണം, അതില്ലാതെ പോകാൻ പറ്റില്ല. ഞാൻ സ്ത്രീകളുടെ പക്ഷത്തോട്ട് വരാം. അങ്ങനെ കൊടുക്കുന്നത് എന്തുകൊണ്ടെന്നാൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീകള് സെക്ഷൽ ബന്ധത്തിൽ വരുന്നതിലൂടെ സ്ത്രീ ഗർഭിണിയാകാനുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ ഗർഭിണിയാകാനുള്ള സാധ്യത വന്നാൽ പുരുഷന്മാർ ഇങ്ങനെ കണ്ണിൽ കണ്ട സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും പോവുകയും പിടിക്കുകയൊക്കെ ചെയ്ത് അവരുടെ താല്പര്യമില്ലാതെ അവരെ ട്രാപ്പ് ചെയ്ത് അവരെ പറ്റിച്ച്, അല്ലെങ്കിൽ അവരെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് എന്തെങ്കിലും കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് കുഞ്ഞുങ്ങളായാൽ പിന്നെ സമൂഹം ആ സ്ത്രീയെ കാണുന്നത് വേശ്യയായിട്ടും മോശപ്പെട്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടായിരിക്കും കാണുന്നത്. സമൂഹം അങ്ങനെ കാണുകയാണ്, സമൂഹം അംഗീകരിക്കുന്നത്. ലോകത്തൊരിടത്തുമില്ല, ഇന്ത്യയിൽ മാത്രമാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട്. രണ്ടാമത്, സ്ത്രീകൾ ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടാൽ, അല്ലെങ്കിൽ എല്ലാവരും സ്ത്രീകളെയാണ് കൂടുതൽ പഴിക്കുന്നത്. ആ സ്ത്രീക്ക് പിന്നെ വിവാഹം കിട്ടത്തില്ല. നാട്ടിൻപുറത്തൊരു പഴമൊഴിയുണ്ട്, എന്താണെന്നറിയാവോ? ഒരുപാട് നാട്ടിലെ പെണ്ണുങ്ങൾക്കെല്ലാം ശല്യമുള്ള ഒരുത്തനെ പിടിച്ച്, ആർക്ക് ശല്യമില്ലാത്ത കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ചോദിച്ചപ്പോൾ പറഞ്ഞു, അവന് നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളടുത്തും സെക്ഷൽ താല്പര്യം ഉള്ളതുകൊണ്ട് അതൊന്ന് ഒഴിവാവാൻ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ ഒരിടത്തല്ലേ പോകുള്ളൂ, എല്ലായിടത്തുള്ള പോകില്ല എന്ന് പറഞ്ഞ് പുരുഷനെ നന്നാക്കാൻ, അലന്ന് നടക്കുന്ന പുരുഷനെ നന്നാക്കാൻ കുടുംബത്തിലെ സ്ത്രീയെ കല്യാണം കഴിച്ചു കൊടുത്ത് നന്നാക്കി എടുക്കുന്ന നാടാണിത്. അതുകൊണ്ട് അങ്ങനെയും ചിന്തിക്കുന്ന നാടാണ്. അതുകൊണ്ട് തന്നെ യവൻ കുഴപ്പമാണ്, കോഴിയാണെന്നൊക്കെ പറയും നമ്മൾ, കോഴിയാണ് പിടിച്ച് കെട്ടിച്ചൂടെ എന്ന് ചോദിക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ട് പുരുഷനിലേക്കാൾ ഒരു അപ്പർ ഹാൻഡ് സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്തെന്നാൽ ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ കൊണ്ടാണ്. പിന്നെ ചാരിത്ര്യം, പവിത്രത, കന്യകാത്വം, ഇതൊക്കെ സ്ത്രീക്കാണ് നമ്മൾ കൂടുതൽ ബലം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ത്യയിൽ സുപ്രീം കോടതിയിൽ 25ഓളം കേസുകളിലും കേരള ഹൈക്കോടതിയിൽ നിരവധി കേസുകളിലും ഈ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾ വ്യാപകമായി പുരുഷനെ ട്രാപ്പ് ചെയ്യുന്ന രീതിയുണ്ട്. കല്യാണം കഴിച്ച ആളുകൾ അത് മറച്ചു വെച്ച് പറയുക, സെക്ഷൽ വിവാഹം കഴിക്കാനെന്ന് പറഞ്ഞ് ട്രാപ്പ് ചെയ്യുക. പിന്നെ അത് ഓഫീസിലൊക്കെയാണ് ഇത് കൂടുതൽ നടക്കുന്നത്. മേലുദ്യോഗസ്ഥർ എന്തെങ്കിലും ജോലി പറഞ്ഞാൽ അവിടെ ട്രാപ്പ് ചെയ്യുക. ഇങ്ങനെ പല രൂപത്തിൽ ഇത് മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകളുമുണ്ട്. അങ്ങനെ ജയിലിൽ കിടന്നിട്ടുള്ള ഒത്തിരി ആളുകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്ത്രീകൾ ഇത് ചിന്തിക്കേണ്ടത്, ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടി തന്നിരിക്കുന്ന നിയമത്തെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അത് വിവാഹമാണെങ്കിൽ വിവാഹം, അല്ല സെക്ഷൽ ബന്ധത്തിന് വേണ്ടിയിട്ടുള്ള താല്പര്യമാണെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തണം. കുഞ്ഞുങ്ങളാവുകയാണെങ്കിൽ നിങ്ങൾ പ്രിക്കോഷൻ മെഷേഴ്സ് എടുക്കണം, ആവാതിരിക്കാൻ. ആവുകയാണെങ്കിൽ നിങ്ങൾ വേറെ കാര്യങ്ങൾ ആലോചിച്ചോണം. അല്ലാതെ അത് പുരുഷന്മാരെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു നിയമമായി നിങ്ങൾ കൊണ്ടുവരരുത്. ഒന്ന് സ്ത്രീകളോട് പറയാനുള്ളത്. പുരുഷന്മാരോട് പറയാനുള്ളത്, ഈ അതിജീവിതം ഇരയെന്നും ഒക്കെ പേര് വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ പേര് പുറത്ത് പറയാത്തത്. അങ്ങനെ പുറത്ത് വന്നാൽ, അവരുടെ ചിത്രം പുറത്ത് വന്നാൽ പിന്നെ അവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല. അവരെ നമ്മൾ മോശക്കാരിയായി ചിത്രീകരിക്കും. പിന്നെ അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് എയ്ഡ്സ് പോലുള്ള രോഗം വരുന്നവർ, ഇങ്ങനത്തെ പ്രശ്നത്തിൽ ചെന്നപ്പെടുന്നവർ ഒക്കെ ഉള്ള സ്ത്രീകളുടെ പേരും ഫോട്ടോയും ഒന്നും പുറത്ത് പ്രചരിപ്പിക്കരുതെന്ന് പറഞ്ഞ് സ്ത്രീകൾക്കൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ ദയവായി നിങ്ങൾ കോഷനിലോട്ട് പോവുക. നിങ്ങൾ ആവശ്യമില്ലാതെ പുരുഷന്മാരെ ട്രാപ്പ് ചെയ്യാതിരിക്കുക. പുരുഷന്മാർ ആവശ്യമില്ലാതെ സ്ത്രീകളെയും
പ്രാപ്യാതിരിക്കുക. രണ്ടു കൂട്ടരും ഈ നിയമം പാലിക്കുക.